മരിക്കുന്നതിൻ്റെ മുമ്പേ നാം കഴിവിൻ്റെ പരമാവധി ചെയ്യുന്ന അമല് ശരിയാണോ എന്ന് നോക്കുക. വിലയിരുത്തുമ്പോൾ ഒന്നും ശരിയാവില്ല, ശരിയാകണില്ല. ഇനി ഒരാൾക്ക് ഇൽമുണ്ട് എന്ന് വെക്കുക, അവനും അത് പൂർണ്ണമായി ചെയ്യാൻ ഈ ദുനിയാവിൻ്റെ ചുറ്റുപാടിൽ അവൻ അതിന് മനസ്സ് കാണിക്കുന്നില്ല. ഏത് കർമ്മമാണ് ഇൻ്റെ ശരിയായിക്കൊള്ളുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഏതെങ്കിലും ഒന്ന് വേണ്ടേ? നോമ്പ് ഈബത്ത് പറയണ്ടെന്ന് പറഞ്ഞാലും പറയും. ഈബത്ത് പറയാതിരിക്കൽ ഭയങ്കര പണിയാണ്. ഈബത്ത് പറയാതിരിക്കൽ, ഒരാളെ കുറ്റം പറയാതിരിക്കൽ ഭയങ്കര പണിയാണ്. നോമ്പ് വെച്ചിട്ട് പറയും. അതിൽ തങ്ങളും പെടും, മൊയിലേരും പെടും, ആലിമും പെടും, എല്ലാവരും പെടും. ഒന്നും ഉണ്ടായിട്ട് പറയല്ല കേട്ടോ സാറേ, അഡ്വാൻസ് തന്നെ പറയാം. ഒന്നും ഉണ്ടായിട്ട് പറയല്ല, അവനെ ഇങ്ങനെ അങ്ങനെയാ. അതോടുകൂടി അവൻ്റെ നോമ്പിൻ്റെ സവാബ് പോയി. ഇനി വാട്സപ്പിലൂടെ ഗീബത്ത് പറയുന്നവരുണ്ട്. എൻ്റെ വീട് കൊണ്ടൂർക്കര. പഴയ കാലത്ത് കൊണ്ടൂർക്കരയിൽ താമസിക്കുന്ന ഒരാൾക്കൊരു സിനിമ കാണണമെങ്കിൽ, അല്ലെങ്കിൽ പട്ടാമ്പിയിലുള്ള ഒരാളുടെ ഈബത്ത് കൊണ്ടൂർക്കരുള്ള ഒരാൾക്ക് പറയുകയാണെങ്കിൽ എന്തു വേണം? പട്ടാമ്പിക്ക് 4 കിലോമീറ്റർ നടക്കണം. വേണ്ടേ? നടന്നിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടാവില്ല. കാരണം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ മൊബൈലില്ലല്ലോ. വീണ്ടും അവൻ തിരിച്ചു പോയിട്ട് പിന്നെ ഒരു ദിവസം സമയം മാറി വന്ന് നോക്കും. അങ്ങനെ വന്നിട്ട് അവനെ കണ്ടിട്ട് അവൻ്റെ മറ്റോൻ്റെ കുറ്റം, പെരിന്തൽമണ്ണക്കാരൻ്റെ കുറ്റം ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ എത്ര ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ? ഇന്ന് ലണ്ടനിലുള്ള ഒരാൾക്ക് അമേരിക്കയിലുള്ളവരുടെ ഒരാളുടെ ഗീബത്ത് പറയാൻ വല്ല പണിയുണ്ടോ? പണിയില്ല. അത് കിട്ടിയാലോ ഖിയാമത്ത് നാൾ വരെ ജാരിയായ സ്വതക്കയിട്ട് അവൻ്റെ ഖബറിങ്ങനെ വരുന്ന രീതിയിലാണ് ഷെയർ ചെയ്യുന്നത്. പോവില്ല. ഏയ് പോവോ? ഇല്ല. അപ്പൊ അൽ ഗീബത്തു അശദ്ദു മിന സിന എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട്, ആ ഗീബത്ത് ഇപ്പൊ ഇവിടെ ഒരാൾ ഇങ്ങനെ വ്യഭിചരിക്കുക, ഇവിടെ നിന്നിട്ട് ഒരാൾ ഇങ്ങനെ മറ്റവൻ്റെ കുറ്റം പറയാ. അപ്പൊ നിങ്ങൾക്ക് പറയാം ഉള്ളതല്ലേ? ഉള്ളത് പറയാ ആരെങ്ങളെ ചുമതലപ്പെടുത്തിയോ? അള്ള ചുമതലപ്പെടുത്തിയോ? ഉള്ളത് പറഞ്ഞാലേ ഗീബത്ത്, ഇല്ലാത്തത് പറഞ്ഞാൽ കളവാ കൂട്ടരെ. ഉള്ളത് പറയൽ ഗീബത്താ. വേണമെങ്കിൽ അവനോട് പറഞ്ഞ മോനെ ചെയ്യരുത്. അൽ ഗീബത്തു അശദ്ദു മിന സിന, ഇവിടെ വ്യഭിചരിക്കണു, ഇവിടെ കുറ്റം പറയുന്നു. അള്ളാന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ഗീബത്തു അശദ്ദു മിന സിന, വ്യഭിചാരത്തെക്കാൾ അത് കഠോരമാണ്. സബീൽ മൂബിക്കാത്ത് 7 വൻപാപം ഇങ്ങനെ എണ്ണിയിട്ടുണ്ട്. 7 വൻപാപം. ഞാൻ എപ്പോഴും നോക്കും, അതിന് വ്യഭിചാരമല്ല, വ്യഭിചാരോപണമുണ്ട്, ആരോപണമുണ്ട്. അള്ളാന്റെ റസൂല് 23 കൊല്ലം അള്ളാന്റെ ദീന് വയത് പറഞ്ഞിട്ട് വ്യഭിചരിച്ചതിൻ്റെ പേരിൽ ഒരാളെ സാക്ഷി നിന്നിട്ട് ശിക്ഷ നടപ്പാക്കിയിട്ടില്ല. സാക്ഷി നിന്നിട്ട് മായിസ് സ്വന്തം ഏറ്റു പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചുട്ടോ. മായിസ് പറയാ വ്യഭിചരിച്ചു. എന്താ മായിസ്, ചില കള്ളുടിച്ചുക്കണോ? സഹാബത്തിനോട് പറഞ്ഞു, മായിസിന്റെ വായൊന്ന് മണത്തൊക്കെ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, സനയിത്തു യാ റസൂലല്ലാഹ്, സനയിത്തു യാ റസൂലല്ലാഹ്, സനയിത്തു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയെ, ഞാൻ വ്യഭിചരിച്ചു. മായിസിന്റെ വായ മണത്ത് നോക്കുമ്പോ കള്ളു കുടിച്ചിട്ടില്ല, ബുദ്ധിക്ക് തകരാറ് പറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടദാസനായ മായിസിനെ ഇന്നും മദീനത്ത് പോയാൽ ഒരു മലഞ്ചെരിവുണ്ട്, ഉംറക്ക് പോകുന്ന ചില ആളുകൾ പോകാറുണ്ട്. മായിസിനെ എറിഞ്ഞു കൊന്ന സ്ഥലം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മായിസ് വ്യഭിചരിച്ചതൊരാൾ കണ്ടതല്ല, ഏറ്റു പറഞ്ഞതാണ്, ഞാൻ വ്യഭിചരിച്ചു. അങ്ങനെ മായിസിനെ എറിഞ്ഞു കൊന്നു.
എറിഞ്ഞു കൊല്ലുമ്പോ ഒരാള് മായിസിനെ ചെരുപ്പ് കൊണ്ട് എറിയുന്നു. അള്ളാന്റെ റസൂലിന്റെ മുഖം മാറുകയാണ്, റസൂലുള്ളാന്റെ കളർ മാറുകയാണ്. ആരടാ എൻ്റെ മായിസിനെ ചെരുപ്പ് കൊണ്ടെറിഞ്ഞത്? എൻ്റെ മായിസ് അതാ സ്വർഗത്തിൽ പൂമ്പാറ്റകളെ പോലെ പാറിക്കിടക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി. എന്തിനാ മായിസിനറിയാ? ഞാൻ ഹബീബിന്റെ മുമ്പിൽ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ ചുറ്റുഭാഗത്തു നിന്നും കല്ലെറിഞ്ഞു കൊല്ലുമെന്നറിയാം. എങ്കിലും വ്യഭിചരിച്ചതിൻ്റെ പേരിൽ നാളെ എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. വ്യഭിചരിച്ചതിൻ്റെ പേരിൽ ഒരാൾ കണ്ടതിന് തെളിവില്ല. അത് പ്രയാസ കാണണമെങ്കിൽ സുറുമക്കുപ്പിയിൽ പഴയ കാലത്തെ ആൾക്കാർ പറയും കോലിടുന്നത് പോലെ കാണണം. അത് കാണാൻ പണിയാണ്. നഗ്നമായൊരു ആണും പെണ്ണോട് വന്നാൽ വ്യഭിചരിച്ചു വരാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഈബത്ത് പറഞ്ഞവൻ്റെ നോമ്പ്, നമീമത്ത് പറഞ്ഞവൻ്റെ നോമ്പ്, കള്ളൻ സത്യം ചെയ്തവൻ്റെ നോമ്പ്, വിചാരങ്ങളെ കൊണ്ട് അവൻ ശരീരത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നവൻ്റെ നോമ്പിന് സവാബില്ല.